ഗുഡ് മോർണിംഗ് ഫ്രം മാത്തറ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ അടിപൊളി ആ ഒരു ബീച്ച് സൈഡ് നമ്മൾ താമസിച്ച ആ ഒരു മുറിയായിരുന്നു ഇത്. ഇന്നലെ ഇവിടുത്തെ പാർട്ടി എന്ത് വൈബാരെന്ന് പറയുമോ, രാത്രി ഒരു 12-1 മണി വരെയൊക്കെ പോയി. എനിക്ക് അതായത് ശരിക്കും ഞാൻ 12 ആയപ്പോൾ റൂമിൽ വന്ന് കിടന്നുറങ്ങാൻ പോയിട്ട് പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല, അത്രയ്ക്ക് ഇവിടെ ബഹളമായിരുന്നു ഇവിടെ പോലും. സോ ഡോക്ടേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ മെസ്സേജ് മീ റിഗാർഡിങ് ദിസ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്ലേസ്. ഡോക്ടേഴ്സ് ഹൗസ് എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്ഥലത്തായിരുന്നു പാർട്ടി. അടിപൊളിയായിരുന്നു. അവിടെ ഫുള്ള്, അതായത് 99% അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഫോറിനേഴ്സ് ആയിരുന്നു. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ നൈറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഇന്ന് നമ്മൾ കൊളംബോയ്ക്ക് പോവാണ്. കൊളംബോയ്ക്ക് നമ്മൾ ശരിക്കും ഒരു റൗണ്ട്, ഒരു ഹാഫല്ല ഒരു ക്വാർട്ടർ ഓഫ് ശ്രീലങ്ക റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കൊളംബോയിൽ പോയിട്ട് നമുക്ക് സൈർബായിനെ ഡ്രോപ്പ് ചെയ്യണം. ഇന്നല്ല, നാളെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊളംബോയിൽ പോയി നിൽക്കും, നാളെ സൈർബായി പോവാണ്. സൈർബായിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക്. ഓക്കെ, വാട്ട് എ ബ്രില്യൻറ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പൊളി. അപ്പോൾ നമ്മുടെ തണലത്ത് നമ്മുടെ ചുക്ക് ഇവിടെ കിടക്കുന്നു. രാവിലെ പ്രിലിമിനറി ചെക്സ് ഒക്കെ നടത്തണം, ഓയിൽ ലെവൽ നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നിങ്ങളുടെ പോകുന്ന സൈർബായി അറിയോ? കൊളംബോ. സൈർബായിനെ സംബന്ധിച്ച് സൈർബായി കൊളംബോ എയർപോർട്ടിൽ നിന്ന് ഈ വണ്ടി കയറി ഇരുന്നിട്ട് എവിടെയാ പോയതെന്നൊന്നും പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനാണ് കൊണ്ടുപോയത്. എൻ്റെ കൂടെ വണ്ടിയിൽ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. സൈർബായി ഓടിക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സൈർബായിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ല. ഇവിടത്തെ എവിടെ 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 അതാ കോപ്പി വേണം, ആ സാധനം ഇല്ല. പിന്നെ ശ്രീലങ്കൻ ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ ശ്രീലങ്കയിൽ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നിങ്ങൾക്ക് നാളെ ചൈനയ്ക്ക് പോണോ? അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. എനിക്ക് വണ്ടി ഓടിക്കാതെ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സൈർബായി വണ്ടി ഓടിക്കാൻ കൊടുക്കാത്തത് ഈ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കേസ് പോലെ അപ്പോ റിവേഴ്സ് എടുക്കാതെ ഈ വണ്ടി തിരിച്ചു പോകണ്ടത്. തിരിഞ്ഞ് ഇതിന് ഭയങ്കര ടേണിംഗ് റേഡിയസാ. തിരിഞ്ഞ് എല്ലാം സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ്. അപ്പോൾ ഇന്ന് ഗോയിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാം സൈർബായി അവിടെ നിന്ന് കൊളംബോയ്ക്ക്? കുറേ ഉണ്ട് പ്ലേസ്. ഒരു 100-200 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത് 4-5 മണിക്കൂർ എടുക്കും. 4-5 മണിക്കൂറല്ല, അതിന് മേലെ എടുക്കും. അടിപൊളി. 158 കിലോമീറ്റേഴ്സ് 5 മണിക്കൂർ. ഗായ്സ്, അങ്ങനെ നമ്മൾ നേരെ കടലിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ വണ്ടി ഇത് കിടല സ്ഥലമായിരുന്നു കേട്ടോ, അടിപൊളി സെറ്റപ്പായിരുന്നു. അവിടെ ബീച്ചിൽ ആൾക്കാരെ കുളിക്കുന്നുണ്ട്. രാവിലെ ഒന്ന് കുളിച്ചാലോ? കുളിക്കണോ? ഇത് ബിക്കിനി ഇട്ട് പെമ്പിള്ളാരൊക്കെ പോകുന്നു. സോ ഗുഡ് ബൈ മാത്തറ. ഇത് നല്ലൊരു കിടില സ്ഥലമായിരുന്നു ഗൈസ്. കിടില സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വന്നിട്ട് ഒരു 2 ദിവസം അത് തന്നെയാണ്. ഇവിടെ വന്നിട്ട് 2-3 ദിവസം ഇങ്ങനെ വൈബായിട്ട് നിന്നാലേ അത് ശരിക്കും ഒന്ന് വൈബാവുള്ളൂ. അല്ലാതെ ഇവിടെ നിന്നൊരു കാര്യമില്ല. 2-3 ദിവസം ഒന്ന് നല്ല രീതിയിലൊന്ന് നിൽക്കണം, എന്നാലേ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കണ്ടോ, എന്തോ പ്രശ്നമുണ്ട്. പമ്പിൽ കയറാൻ വേണ്ടിയുള്ള തിരക്ക് രാവിലെ. ഇവിടുത്തെ പെട്രോളൊക്കെ തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി 3 ഘട്ടമുണ്ട്. 3 ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 100 കിലോമീറ്റർ പോകും. ഞാൻ നോക്കിയപ്പോൾ എന്ത് തിരക്ക് അവിടെ, ആൾക്കാർ പമ്പിൽ കയറാനുള്ള തിരക്ക്. രാവിലെ ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ലോട്ടറി ഒക്കെ ഉണ്ടല്ലേ? ലോട്ടറി? ഓക്കെ. നോ താങ്ക്സ്. ഇതെന്ത് സാധനം? കിക്ക് പെപ്സി ആയിരിക്കും. ഇവിടുത്തെ ലോക്കൽ കിക്ക് ലോക്കൽ കോള ആയിരിക്കും. അത് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് സാധനം. ഇത് കൊള്ളാമല്ലോ. പെപ്സി ഇങ്ങനത്തെ കുപ്പിയിലൊക്കെ വരുന്നുണ്ടല്ലോ ഇവിടെ. What do you have for breakfast? Food? Rice and curry. Only rice and curry? Yeah. Halapan, silakan halap. Rice and curry മാത്രമേ ഉള്ളൂ ഇത്ര രാവിലെയോ? No, rice and curry. Okay. Sambal, dal. What is this? Halap, Sri Lanka. Okay. It's sweet? Yeah. Okay. Fish. അടിപൊളി. Dal, coconut sambal. എന്നാ പിന്നെ എടുക്കാം. രാവിലെ ചോറും കറി കഴിക്കാം. ഗൈസ്, അങ്ങനെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അതായത് ചോറ്, നമ്മുടെ കുടംപുള്ളിയിട്ട മീൻകറി പോലത്തെ ഇവരുടെ മീൻകറി, ചമ്മന്തി, ചിരിപ്പരിപ്പ്, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവരുടെ രാവിലത്തെ സംഭവം. ചോറ്, മീൻകറി, തേങ്ങ ചമ്മന്തി, അത് മാത്രമാണ്. പക്ഷെ അത് കിടില ഫുഡാണോ. ഇവരുടെ ഫുഡിന് നല്ല എരിവുമാണ്. ഇന്ന് രാവിലെ വണ്ടിയുടെ ചില്ല് കഴുകാൻ മറന്നുപോയായിരുന്നു.
അപ്പോൾ ഇപ്പോൾ അത് കഴുകി കുട്ടപ്പനാക്കി. പക്ഷെ എന്നാലും രാവിലെ ചോറും കറിയും കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്കതങ്ങോട്ട്, നമ്മളാരും രാവിലെ ചോറും കറിയും കഴിക്കത്തില്ലല്ലോ. കഴിക്കൂ നമ്മൾ? പക്ഷെ നമ്മൾ ഇഡ്ഡലിയും ദോശ അങ്ങനെ വേറെ സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ രാവിലെ ചോറും കറിയും കഴിക്കും. ഞാനിവിടെ എല്ലാ പമ്പിലും ക്യൂ ആണത്. ഇവിടെ എല്ലാം തിരക്കാണ്ടോ. ഏത് പമ്പിൽ പോയി അവിടെ എല്ലാം. പക്ഷെ ആളുകൾ വൃത്തിക്കൊക്കെയാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. ചെറുപ്പം നമ്മൾ പെടുമെന്നാ കേട്ടോ തോന്നുന്നത്. ഇന്ന് കൊളംബോ എത്താനുള്ള പെട്രോൾ എന്തായാലും നമുക്കില്ല. പോകുന്ന വഴിക്ക് നമുക്ക് പോകുന്നിടത്ത് പോകുന്നവരെ നോക്കിയിട്ട് നമുക്ക് തിരക്ക് കുറവുള്ള ഏതെങ്കിലും ഒരു പമ്പ് കാണുവാണെങ്കിൽ നമുക്ക് അവിടെ കയറ്റി അടിക്കാം. നമ്മളിപ്പോൾ വെളിഗാമ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്തെത്തി. ഇതൊക്കെ ബീച്ച് സീ സൈഡിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ മാരിഡിൻ്റെ ഹോട്ടൽ വരെയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫോറിനേഴ്സാണ്. എന്തോരം ഫോറിനേഴ്സിനാണെന്നറിയോ ബീച്ച് സൈഡിൽ കാണാൻ പറ്റുന്നത്. റഷ്യൻസ്, ഇഷ്ടംപോലെ റഷ്യൻസും ഉണ്ട്. ഇതാണ് വെളിഗാമ എന്ന് പറയുന്ന സ്ഥലത്തെ ബീച്ച്. ഒരു രക്ഷയില്ലാത്ത കിടിലം ബീച്ച്. ഇവിടെ സർഫിംഗ് ആണ് ഇവിടുത്തെ മെയിൻ സംഭവം. നോക്കി, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ സർഫിങ്ങിന് വരുന്നുണ്ട്. സർഫിംഗ് പഠിപ്പിക്കുന്ന സ്ഥലം, സർഫ് ക്ലബ്ബുകൾ. പക്ഷെ എൻ്റെ പൊന്നു, ഇതൊരു രക്ഷയില്ലല്ലോ. അടിപൊളി. ഇത് കിടിലം ബീച്ച്. അവിടെ ആ കാണുന്നതാണ് മാരിയറ്റിൻ്റെ ഹോട്ടൽ. ശരിക്കും ഇവിടെ ഈ ഹൈ എൻഡ് ലക്ഷറി ട്രാവലേഴ്സിനെ കാട്ടി കൂടുതൽ ഈ ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ബഡ്ജറ്റ് ട്രാവലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ദൂരം ആൾക്കാരാന്ന് നോക്കിയത് ഇവിടെ സർഫിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ. ഇതെങ്ങനെയാണ് സർഫ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ലെസൺസും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പോയിട്ട് ട്രെയിൻ ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇത് കുറച്ച് സേഫായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ എന്താ പറയുക, ആഴമൊക്കെ കുറവാന്ന് തോന്നുന്നു. നല്ല നീറ്റ് തിരയൊക്കെയാണ്. അടിപൊളി. രക്ഷയില്ല കേട്ടോ. ഈ സർഫ് ചെയ്യാനും അതേപോലെ മറ്റു പരിപാടിക്കായിട്ട് ഇവിടെ എത്ര ആൾക്കാരാണ് വരുന്നത്. ചെറുപ്പായി, ഇത് അടിപൊളി ബീച്ചാട്ടോ. അവിടെ ആൾക്കാരെ സർഫിങ് പഠിപ്പിക്കുന്നു, സർഫ് ചെയ്യുന്നു. എനിക്കറിയില്ല. നിങ്ങൾ ബീച്ചിൽ പോകണേ നട്ടുച്ചയ്ക്ക്? നമുക്ക് പിന്നെ നട്ടുച്ചയ്ക്ക് ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അലർജി അല്ലേ. പക്ഷേ ഈ വെള്ളക്കാർക്ക് അങ്ങനെ അല്ലല്ലോ. അവർക്ക് തണുപ്പത്ത്, അവരുടെ നാട്ടിലെ തണുപ്പത്ത് അവർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരും ബീച്ച് ആസ്വദിക്കാൻ. ഇത് നമ്മളെപ്പോലെ തന്നെ ഓട്ടോ റെൻറ്റിൻ്റെ അടുത്ത് കറങ്ങുന്ന വേറെ 2-3 ഫോറിനേഴ്സിനെ അപ്പുറത്ത് കാണാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ KLTUK ട്രിപ്പിൻ്റെ സമയത്ത് ബാക്ക് പാക്കും കൊണ്ട് നടന്ന പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്ത് റോഡിലൂടെ ബാക്ക് പാക്ക് കൊണ്ട് നടക്കുന്ന കാണാം. കൊളംബോയിൽ നിന്ന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. ട്രെയിനുണ്ട് ഇവിടേക്ക്. പിന്നെ ബസ്സിലും വരാം. ബസ്സിലൊരു 3-4 മണിക്കൂർ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ സർഫിംഗ് ബീച്ച് എന്ന് പറയുന്നത് ആ മാരിയറ്റ് ഹോട്ടൽ നോക്കിയാൽ മതി. അതിൻ്റെ നിയർ ബൈ ഏരിയയിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിങ്ങനെ ഒരു 1-2 കിലോമീറ്റർ വരുന്ന ആ ഒരു ദൂരം കംപ്ലീറ്റ് ഈ ഒരു സർഫിങ്ങിന് വേണ്ടിയുള്ള ബീച്ചുകളാണ്. ഇവിടെ കംപ്ലീറ്റ്, ഇവിടെ മൊത്തം സർഫിംഗ് ബീച്ചുകളാണ്. ഞങ്ങളെ ഒരു കരി കുടിക്കാൻ വേണ്ടി നിർത്തിയാണേ. അപ്പോൾ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഫോറിനേഴ്സാണ്. ഇവർ എന്താണ് കപ്പ് കേക്ക് വാങ്ങിക്കാൻ വന്നത്, എന്താണ് റൊട്ടി വാങ്ങിക്കാൻ വന്നതാണ്. റൊട്ടി ഏതാണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഹായ്. അപ്പോൾ നമുക്കിവിടെ വെളിഗാമ ബീച്ച് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഇവിടെ ശരിക്കും ഉണ്ടല്ലോ. ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ, അത് തിരയടിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ നടന്നു പോകും. അത് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ബുദ്ധക്ഷേത്രമോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടോ. അടിപൊളിയേ. നല്ല തിര അടിക്കുന്നുണ്ട്, പക്ഷേ നടന്നു പോകാൻ പറ്റും. അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളുണ്ട്. ഈ വെളിഗാമ എന്ന് പറയുന്നത് ഒരു റാ ഷേപ്പിൽ കിടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കണ്ടില്ലേ, നമ്മൾ അതിലൂടെയാണ് വന്നത്. അപ്പോൾ റാ ഷേപ്പിൽ ഇങ്ങനെ കടലിങ്ങനെ അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു ബേ പോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് സ്വിം ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ബീച്ച് സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരു 3-4 ദിവസം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ചില്ലാവണം. എന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഇങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച് പോയിട്ട് ചുമ്മാ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ അവിടെ നിന്നൊരു കരിക്ക് കുടിച്ചു എന്ന് പറയാം. അത്രേ ഉള്ളൂ, കൊള്ളൂലായിരുന്നു, പന്ന കരിക്കായിരുന്നു. കരിക്ക് കുടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അതേ റൂട്ടിലൂടെ നമ്മളിനി കൊളംബോ വരെ ഇങ്ങനെ കടൽ തീരത്തൂടെയാണ് ശരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഹൈവേയിൽ ഈ കടൽ തീരത്തൂടുള്ള തീരദേശ പാതയിലൂടെ കൊളംബോ പോകണമെങ്കിൽ 5-5.5 മണിക്കൂർ എടുക്കും. പക്ഷേ നമുക്ക് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ വഴി പോവുകയാണെങ്കിൽ അതൊരു 1.5-2 മണിക്കൂറിൽ എത്തും. അതാണ് എക്സ്പ്രസ് ഹൈവേയുടെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ. പക്ഷേ നമുക്ക് നമ്മുടെ ഓട്ടോയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം മാത്രമാണുള്ളത്. ഓട്ടോയും കൊണ്ട് എക്സ്പ്രസ് ഹൈവേ കയറാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്, കപ്തുറൈ മോസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടി ചെറിയ കടൽ തീരത്തുള്ളൊരു മോസ്ക്. അടിപൊളി, ഭയങ്കര രസമാട്ടോ. അവിടെ എല്ലാം ഫിഷിംഗ് ബോട്ട് കിടക്കുന്ന കണ്ടില്ല. എൻ്റെ ഡ്രോൺ ഇല്ലാണ്ടായിപ്പോയി. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതൊക്കെ എടുത്ത് കാണിക്കായിരുന്നു. ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ബീച്ചുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ.
മെയിനായിട്ട് സർഫിംഗ് ഡെസ്റ്റിനേഷൻ, ഒരു കിടില സ്ഥലം. പിന്നെ സർഫിംഗ് ഉണ്ട്, ടർട്ടിൽ വാച്ചിങ് ഉണ്ട്, വെയിൽ വാച്ചിങ് ഉണ്ട്, പിന്നെ എന്താണ് ശരിക്കും മൊത്തത്തിലൊരു വലിയ പാക്കേജ് കേട്ടോ ശ്രീലങ്ക. മുമ്പിൽ പോലീസ് സ്പീഡ് ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ ലൈറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് 40 കിലോമീറ്ററിന് മേലിലാണ് ഇവന്മാർ ഫൈൻ അടിക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫ്യൂൽ അടിക്കാനുള്ള ക്യൂ ആണ്. എല്ലാ പമ്പിലും ക്യൂ ആണ്. ഞങ്ങളിപ്പം ഇറങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? ബൈക്കിന് സെപ്പറേറ്റ് ക്യൂ, ഓട്ടോയ്ക്ക് സെപ്പറേറ്റ് ക്യൂ, കാറിന് സെപ്പറേറ്റ് ക്യൂ. അതും പോലീസുകാർ വരെ നിൽപ്പുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അടിപൊളി. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. ഈ ബസ്സും ലോറിയൊക്കെ മുമ്പിലുള്ളതുകൊണ്ട് വേറെ ഓവർടേക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പുറകിൽ ഒരാൾ ചാഞ്ചു. ഈ പുള്ളി സമ്മതിക്കണം. എവിടെ എങ്ങനെ ഉറങ്ങാൻ ടൈം കിട്ടിയാലും പുള്ളി ഉറങ്ങും ഉണ്ടോ? അത് സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഈ കൊളംബോ വരെ കടൽ തീരത്തോടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വിട്ടിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററിന് മേലെയായി. അവിടെ മുതൽ ഇവിടം വരെ ലെഫ്റ്റിൽ കംപ്ലീറ്റ് ടൂറിസ്റ്റുകളുടെ സ്ഥലവും ഗസ്റ്റ് ഹൗസുകളും റിസോർട്ടുകളും ഹോട്ടലുകളും അങ്ങനെ കംപ്ലീറ്റ് ചെറുതോരം ആൾക്കാരാണ് വരുന്നത്. എത്ര ഇത് ഫോറിനേഴ്സിനെ കണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ എല്ലാം. രക്ഷയില്ല, ഭയങ്കര ട്രാഫിക്കാണ്. 20-30 എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗിയർ മാറി കൈ വേദനിക്കുന്നു. അതുപോലെ ട്രാഫിക്കാണ്. അങ്ങനെ വരുന്ന വഴിക്ക് വലിയ തിരക്കില്ലാത്തൊരു പമ്പ് കണ്ടു. നമുക്ക് 2 കട്ടയായി. നമുക്കിനി ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാം. ശ്രീലങ്ക ഈസ് ആക്ച്വലി നോൺ ഫോർ ദിസ് എന്താ പറയുക, ഈ ഫ്യൂൽ ഷോർട്ടേജിന് പേര് കേട്ടൊരു സ്ഥലമാണ് ശ്രീലങ്ക. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഇറാൻ യുദ്ധം നടക്കുന്നത് കാരണം വീണ്ടും കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ കുറേ 3-4 വണ്ടികളെ വന്നു. അങ്ങനെ ആയിക്കോട്ടെ ഫുൾ ടാങ്ക് ഡീസൽ. മുതലാളി വല്ലതും അറിയുന്നുണ്ടോ? ഈ ചൂടത്ത് എങ്ങനെ ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നു ഒരു ഐഡിയ ഇല്ല. മനുഷ്യ എത്ര നേരം എത്രയോ ഉറങ്ങുന്നത്. വലിയ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ മേളിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലേ, നോക്കി റിപ്പയർ ചെയ്യാൻ വേണ്ടി കയറ്റി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അല്ലേ എന്ത് വലുതല്ലേ, അടിപൊളി. അപ്പോൾ നമ്മളിങ്ങനെ സീ സൈഡിൽ കൂടെയുള്ള ആ ഒരു ബോറടിക്കുന്ന ഒരു യാത്രയാണ്. നല്ല ചൂടാണ്. ഇത് കണ്ടല്ലേ, കാലൊക്കെ പുറത്താണ്, കൈ എന്തായാലും പുറത്താണ് ഗൈസ്. ഈ സുനാമി അടിച്ച സമയത്താണല്ലോ ഭയങ്കരമായിട്ട്. ഇവിടെ സുനാമി മ്യൂസിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സുനാമി മ്യൂസിയം ഒക്കെ ഉണ്ട്. അതായത് സുനാമി അടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഭാഗത്തൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിക്കാദുവ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ഹിക്കാദുവ. പക്ഷെ എൻ്റെ പൊന്നോ, ഇതുകൊണ്ടോ അതിശക്തമായിട്ട് തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി, തിരയടിച്ച് ഇവിടെ റോഡിൽ വരെ വന്ന് കയറി വീഴുന്നുണ്ട്. അത്രയ്ക്ക് ക്ലോസായിട്ട് നമ്മൾ പോകുന്നത്. ഓ മൈ ഗുഡ്നസ്. എന്താ മനുഷ്യൻ കിടന്നുറങ്ങണ്ടാണോ? നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയാ വന്നത്? ഞാനിവിടെ വണ്ടി നിർത്തി തിരയടിച്ച് സൈറുമായി എണീറ്റ്, മുഖത്ത് തിരയടിച്ച് സൈറുമായി എണീറ്റ്. ഇതേടില്ലേ ചില്ലൊക്കെ തിരയടിക്കുന്ന കണ്ടോ, നോക്ക്. പക്ഷെ എൻ്റെ അമ്മ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ വരെ അടിക്കുന്നുണ്ട്. അത്ര ശക്തമായിട്ടാണ് അടിക്കുന്നത്. എനിക്ക് ഇനിയുണ്ട് 100 കിലോമീറ്റർ കൊളംബോത്തെ. ഈ തിരയുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, എത്ര ശക്തമായിട്ട് അടിക്കുന്നത് എനിക്ക് ഈ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, മനസ്സിലാവൂല വീഡിയോയിൽ. അത്രയ്ക്ക് സ്ട്രോങ് കറൻസ് ആണ് കേട്ടോ. നോക്കി, ഓ എൻ്റെ പൊന്നു. ഇവിടെ ഇത്രയും കല്ലിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തിരയൊക്കെ ഈ കരയൊക്കെ ഇങ്ങനെ എടുത്തെടുത്തുകൊണ്ട് പൊക്കോണ്ടിരിക്കും. നമുക്ക് കുറേ എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അവിടെ മുമ്പിൽ അവിടെയൊക്കെ കുറേ എനിക്കത് മനസ്സിലായി കുറേ. ഓ വെള്ളമൊക്കെ റോഡിൻ്റെ ലെവലിലേക്ക് പൊങ്ങിത്തെറിച്ച് പോവാണ്, കണ്ടില്ലേ? പക്ഷെ എൻ്റെ ദൈവമേ, നല്ല കാറ്റും അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ തെങ്ങയിലൊക്കെ ആ തെങ്ങോല കാണുമ്പോൾ അറിയാം ആ കാറ്റിൻ്റെ ശക്തിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. ഇത് ഞാനിപ്പോൾ ഇന്ന് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക 80 കിലോമീറ്റർ കഴിഞ്ഞു. ഈ 80 കിലോമീറ്ററും ഒരേപോലെയാണ്. അതായത് അവിടെ ഇവിടെ എല്ലാം റിസോർട്ടുകളും ഹോം സ്റ്റേകളും വീടുകളും പിന്നെ ഫോറിനേഴ്സും, എവിടെ നോക്കിയാലും വെള്ളക്കാരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ. വാവ്, ഇത് കൊള്ളാമല്ലോ. ഇത് ഫുള്ള് കരിക്ക് ഷോപ്പുകൾ, പിന്നെ ഓറഞ്ച് മുസമ്പി വെള്ളം ഉണ്ടാക്കി തരുന്ന കടകൾ, റെഡ് ബുള്ള്, കൂൾ കരിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ അത് തന്നെ പരിപാടി. എൻ്റെ പൊന്ന്, നല്ല രസമാണ്, നല്ല വൈബാട്ടോ. തീരദേശ ഹൈവേ. ഇതേപോലെ തന്നെ ഇവർക്ക് തീരദേശ റെയിൽവേയും ഉണ്ട് കേട്ടോ. നമ്മളിതിനു മുമ്പ് കഴിഞ്ഞ തവണ ഞാനും അബിയും കൂടെ വന്ന സമയത്ത് ഞാൻ അതിനകത്ത് ട്രാവൽ ചെയ്തതാണ്. ഗോള് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കൊളംബോ വരെ തീരദേശ പാത. ഭയങ്കര രസമാണ്. ഇതേപോലെ തന്നെ ട്രെയിൻ ഇങ്ങനെ കടൽ തീരത്തൂടെ പോകും.
തിര അടിച്ച് ട്രെയിനിലിരിക്കുന്ന ആൾക്കാരുടെ വെള്ളം ദേഹത്ത് വീഴും, അത്രയും ക്ലോസ് ആയിട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ റോഡിൻ്റെ കാര്യം. ഇതാണ് ട്രാക്ക് ഇപ്പം നമ്മുടെ സമീപത്ത് വന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ട്രാക്ക് ലെഫ്റ്റിൽ വരും, റോഡ് എന്നിട്ട് അപ്പുറത്ത് പോകും. ആ രീതിയിലൊക്കെ പോകും. ഭയങ്കര രസം കേട്ടോ. എനിക്ക് മതിയായി കേട്ടോ ഓടിച്ച്. ഇനി എത്ര ഇനി 75 കിലോമീറ്റർ കൂടെ ഉണ്ട് കൊളംബോയിലേക്ക്. അയ്യാ ഭയങ്കര ക്ഷീണം, ഭയങ്കര ചൂടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രാഫിക്. മടുത്ത്, സത്യം പറഞ്ഞാൽ മടുത്ത്. ഇന്നത്തെ യാത്ര മടുത്ത്. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഒന്ന് നിർത്തി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ എല്ലാം തിരക്കാണ് എല്ലായിടത്തും പെട്രോൾ അടിക്കാൻ വേണ്ടി. 75 കിലോമീറ്റർ എന്ന് പറയുന്നത് 750 കിലോമീറ്ററിന്റെ ഫീലാണ്. സത്യം. അയ്യോ അതൊരു പ്രശ്നമാണ്, പറയണ്ട. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു യാലു ബീച്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് ഒരു സ്ഥലമാണ്, വിജനമായൊരു സ്ഥലമാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിപ്പിന് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അതേത് സമയത്ത് നമുക്ക് വിശക്കുമ്പം കഴിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ പരിപാടി. സോ ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ഇവരുണ്ടല്ലോ സൈർ ഭായി. എവിടെ നോക്കിയാലും ഇവിടെ വെള്ളക്കാരാണല്ലോ. എന്തോരം ടൂറിസ്റ്റുകളാണല്ലേ. എന്താണിത്? താങ്ക് യു. അതായത് എവിടെ നോക്കിയാലും ഇവരാണ്. ഇത്രയും ടൂറിസ്റ്റുകളൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ല എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ ശ്രീലങ്കയിൽ വരുന്നുണ്ട്. അതായത് വലിപ്പം വെച്ചൊന്ന് കമ്പയർ ചെയ്ത് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മാത്രം ആൾക്കാർ ഇവിടെ കാണാം. ഞാനിന്നൊരു ശ്രീലങ്കൻ ഓംലെറ്റ് വാങ്ങിച്ചു. പേര് മാത്രമുള്ള ശ്രീലങ്കൻ ഓംലെറ്റ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ ഇട്ട ഓംലെറ്റ്. പിന്നെ ഇത് ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണ്. ട്യൂണ ഫ്രൈ, അതാണ് സംഭവം. ട്യൂണ ആക്ച്വലി ഗ്രിൽഡ് ട്യൂണ. കിടിലൻ ആംബിയൻസ് ആണ്. എന്തായാലും സംഭവം പൊളിയാണ്. ഇതൊരു ചെറിയൊരു സാധാരണ കടയാണ്, മനസ്സിലായില്ലേ? വലിയ റേറ്റ് ഒന്നും ഇല്ല ഇവിടെ, പക്ഷെ നല്ല കിടിലൻ ആംബിയൻസാണ്. നമ്മളെ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം നല്ല ഒരു അടിപൊളി ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു കിടിലൻ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ എത്ര ആൾക്കാരാണെന്നറിയോ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഒരു ചെറിയ സെറ്റപ്പാണ്. വലിയ എന്താ പറയുക, വലിയ ടേസ്റ്റുള്ള ഫുഡൊന്നും ആയിരുന്നില്ല. ബട്ട് ദെൻ ഇറ്റ് വാസ് എന്താ പറയുക, ആംബിയൻസ് ഉണ്ടല്ലോ, അതാണ് സംഭവം. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എത്ര റെസ്റ്റോറൻറ്റ് ഉണ്ട്? നിങ്ങൾ പറ, ഇതുപോലത്തെ എത്ര റെസ്റ്റോറൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്? ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയ എന്തോരം സ്ഥലങ്ങൾ ശരിക്കും നമുക്കുണ്ട് ഇല്ലേ? ശരിക്കും എന്താണെന്നറിയില്ല. ഇത് തന്നെ ബീച്ചല്ലേ സംഭവങ്ങൾ. ഈ കാണുന്ന റെഡ് കളറിലെ വണ്ടി ഇവിടുത്തെ KSRTC ബസ് പോലത്തെ വണ്ടിയാണേ. ഇതിനകത്ത് സ്കൂൾ പിള്ളേർ ടൂറൊക്കെ പോയിട്ട് അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക, കണ്ടില്ലേ? ബീച്ചിൻ്റെ സൈഡിൽ ഇവർക്ക് വേണ്ടി ഇവിടെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടോ? വാവ്, അടിപൊളിയുള്ള പഴയ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പോലത്തെ തന്നെ സെയിം ഡബിൾ ഡെക്കർ ബസ്. ഭക്ഷണം കഴിക്കാൻ കയറി 1 മണിക്കൂർ നമ്മുടെ പോയി, 1 മണിക്കൂറിന് മേലെ പോയി. ശരിക്കും 3:30 എത്തേണ്ടായിരുന്നു. ഇപ്പോൾ 4:45 എത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് 71 കിലോമീറ്ററും കൂടെ ഉണ്ട് കൊളംബോയിലേക്ക് പോകാനായിട്ട്. എന്ത് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ബീച്ചുകളാണ്, കണ്ടില്ലേ? ഇപ്പുറത്തുകൂടെ റെയിൽവേ റൂട്ടും ഉണ്ട്. ഇവിടെ ഒരു സൈഡിൽ ബീച്ചും. അങ്ങനെ നമ്മുടെ റെയിൽവേ പാളം റോഡിന് ഇടതുവശത്തായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് റെയിൽവേ പാളം ഫുള്ള് ഇതിലെയാണ്. ട്രെയിൻ വരുന്ന കാണാനാണ് രസമായിരുന്നു. നല്ല ഭംഗിയാണ് ഇതിലൂടെ ട്രെയിൻ കാണാം. പഴയ ട്രെയിനുകളായിരിക്കും കൂടുതലും. കഴിച്ച് ഈ കാണുന്ന തിരക്കെല്ലാം പെട്രോൾ അടിക്കാനുള്ള തിരക്കാണ്. നോക്കി നമ്മളിപ്പോൾ കൊളംബോ എത്തിക്കൊണ്ടിരിക്കും തോറും ഈ തിരക്ക് കൂടിക്കൂടി വരും, കണ്ടില്ലേ? നോക്കി എന്തോന്നടേ ഇത്, അടിച്ചിടാൻ വേണ്ടി വരുന്നതാണോ അതോ ഇവിടെ ക്ഷാമം ഉണ്ടായിട്ട് കിടക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്യൂ നിൽക്കുക. കണ്ടോ, എവിടെയോ എത്തി നമ്മളിപ്പം. ഈ ഒരു 10-35 കിലോമീറ്റർ കൊണ്ടാണ് കൊളംബോ. വലിയൊരു ബുദ്ധ സ്തൂപം കണ്ടോ, നോക്കി. ഒരു നദിയുടെ തീരത്തായിട്ടാണ് ഇത്. ഇവരുടെ ബുദ്ധക്ഷേത്രമാണിത്. ഓടി 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 എത്തുന്നില്ല. മതിയായിരിക്കുകയാണ്. മതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഇതുവരെ. അത് ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടല്ല, ഇത് ഓടി ഓടി എത്തുന്നില്ലെന്നേ. എത്ര നേരമായിരുന്നറിയോ ഓടിക്കുന്നത്. നമുക്കിതൊരു 40-50 മേലെ പോകാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. ഇങ്ങനെ ഡ്രെന്നും പറഞ്ഞുകൊണ്ട്, കാരണം വേറെ ഒന്നും കാണാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നിർത്തി പോവാം. പറഞ്ഞിട്ട് കാര്യമില്ല. സൈർബായും പുറകെ ഇരുന്ന് ടയർഡായി. ഞങ്ങൾ 1500 കിലോമീറ്റർ ഓടി ഫീലിങ്ങാണപ്പോൾ. അയ്യോ അതെ, 1500 കിലോമീറ്റർ വണ്ടി ഏകദേശം ഞാനിപ്പോൾ എടുത്തതിന് ശേഷം ഇപ്പോൾ 800 കിലോമീറ്റർ ഓടി കേട്ടാ. 800 കിലോമീറ്ററായി ഞാനിപ്പോൾ ശ്രീലങ്കയിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പൊന്നെ, ഞങ്ങൾ കൊളംബോയിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ ഹിൽട്ടൺ
ഹിൽട്ടണാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറേ പണിയുണ്ട്, കാരണം നല്ല വൈഫൈ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. നമുക്ക് ഈ സ്ഥലം ബോറിംഗ് ആണ് ശരിക്കും. നമ്മൾ ആ ഏരിയ കുറച്ചുകൂടെ നല്ല അടിപൊളിയാണ്. ഈ ഏരിയ ബോറാ, കടൽ തീരം കുറച്ച് ബോറാ, നമുക്ക് കുറച്ച് ബോറാ. അപ്പോൾ എനിക്ക് നല്ല വൈഫൈയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഹിൽട്ടൺ എടുത്തു. അവിടെ ആകുമ്പോൾ നല്ല വൈഫൈ ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടേ, അതായത് കുറേ പണി തീർക്കാനുണ്ട്. പിന്നെ ദൂരെ കൊളംബോ പോർട്ട് ഉണ്ട് സേർ ഭായ്, അതാണ് കൊളംബോ പോർട്ട്. അപ്പോൾ നമ്മൾ കൊളംബോ എത്തി ഗൈസ്. കൊളംബോയിൽ നമ്മുടെ എന്താ പറയുക, ആ സീ സൈഡ് റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇടതുവശത്ത് കടൽ കാണുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് റെയിൽവേ ലൈനും ഉണ്ട്. ഇപ്പം ട്രെയിൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം നമ്മളൊരു കാബിലിവാല സ്റ്റൈലിലാണ്, മുടിയൊക്കെ പറന്ന് ട്രൗസറൊക്കെ ഇട്ട്. നമ്മളെ ഹിൽട്ടണിൽ കയറ്റൊന്നും അറിയില്ല. ഇത് മറ്റേ മമ്മൂട്ടി ആനനെ കൊണ്ടുപോയ മാതിരി പുറത്ത് വർക്ക് ചെയ്യാൻ പറയുന്നാവോ. ബെസ്റ്റ്. പുറത്തൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതായത് നമ്മള് താമസിക്കാൻ പോകുന്നതല്ലേ ഹിൽട്ടണിൽ, അല്ലാതെ വേറെ ഒന്നിനും പോകുന്നതല്ലല്ലോ. ശരി, അവിടെ ഇനി ഓട്ടോ കയറ്റത്തില്ല എന്ന് വല്ലതും പറയുമോ? പോയി നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ ആ കടൽ തീരത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് കടൽ തീരം തന്നെയായിരുന്നു. ഇത് പക്ഷേ ഇതിപ്പോൾ കൊളംബോ എത്തി എന്നുള്ളതാണ് വ്യത്യാസം. കൊളംബോ കടൽ തീരമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് എത്തും ഗൈസ്. അടപ്പ് തെറിച്ച് നദിയെ ചത്ത്. റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? കടൽ തീരത്തെ റെയിൽവേ സ്റ്റേഷൻ ബമ്പലപ്പട്ടിയ. ഇത് ഇടതുവശത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ കൊളംബോയിൽ എത്തിയിരിക്കുകയാണ്. കൊളംബോയിൽ നമ്മൾ താമസിക്കുന്ന ഇത് അടിപൊളി സ്ഥലമായിട്ടോ ഇത് ലൊക്കേഷൻ. നമ്മുടെ മറ്റേ മിനിസ്ട്രി ഓഫ് ക്രാബ് ഇല്ലേ, അതൊക്കെ ഇതിന് താഴെയാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ നോക്കാം. മറ്റേ മിനിസ്ട്രി ഓഫ് ക്രാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേമസ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഇവിടെ, അതിവിടെ ഈ ഭാഗത്ത് എവിടെയാണ്. സോ എവിടെയാണ് ഹോട്ടൽ, ഏതാണ്? സോ ദിസ് ഈസ് ദ ഹോട്ടൽ ഐ ഗസ്. ഇതല്ലേ ഹിൽട്ടൺ? ഇതാണ് ഹിൽട്ടൺ കൊളംബോ. നോ 3 വീലേഴ്സ് ബിയോണ്ട് ദിസ് പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്. ഹായ്, ചെക്ക് ഇൻ. സോ ഡു യു ഹാവ് പാർക്കിംഗ് റൈറ്റ്? ഓക്കെ, താങ്ക് യു. അവരാദ്യം കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേ സെർവൈ. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവര് സൈക്കിളിനുള്ളത് ആലോചിച്ചിട്ട് കിടത്തി വിട്ടതാണ്. അതെ ഉറപ്പായിട്ടും അതെ. യെസ് നമുക്കപ്പം ബാഗ് ഒക്കെ എടുക്കണം. Can you help me take the bags? Yes. Oh, nice. Enjoying. Yeah. We're enjoying. So where can I park this? Just go to the car park. So what about you want me to park your car, Chuk? If you can, it's good because we are so tired. We are coming from Mathura. Really? Yeah. Okay, you just check in here. I'll park it for you. Thank you for that. I'll give you valet ticket. Yeah. Thank you. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി വന്ന് നമ്മുടെ ഓട്ടോറിക്ഷ വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്ത് ഒരു സിനിമന്റെ പേരിൽ ചത്ത പച്ചയെന്നാ അതെന്താ ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്ഷീണമായി. പക്ഷെ ഇതൊരു രസമായിരുന്നു. അവർ ആദ്യം വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ക്യാമറ ഓൺ ആയിരുന്നല്ലോ. അതായത് എന്താ പറയാ, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ കഴിയൂല. അതെന്നാ ഇനി റിസ്ക് എടുക്കാൻ വയ്യ. റിസ്കോ? ഓട്ടോ ആണോ? ഇനി നിങ്ങൾ നാളെ പോവല്ലേ, ഞാൻ ഇനിയും കൊണ്ടുപോയി. ഞാൻ ഇനി എത്ര ദിവസം ഉണ്ട്? അത് ശരിയാ. അതല്ല ഞാൻ പറയുന്നതേ, നമ്മൾ താഴെ കയറി വരാൻ നേരം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഓട്ടോ ആൻഡ് ബൈക്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ആദ്യമേ വരില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് നമ്മളെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ വണ്ടിക്കകത്ത് ബാഗുണ്ട്. പിന്നെ നമ്മളെ കണ്ടാലേ വിദേശികളാണെന്ന് മനസ്സിലാവുമല്ലോ ഇവർക്ക്. നമ്മളെ ഏകദേശം കണ്ടാൽ ശ്രീലങ്കക്കാരെ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വിദേശികളാണെന്ന് ഇവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അയാൾ പെട്ടെന്ന്, പിന്നെ അത് മാത്രമല്ല ക്യാമറ ഓണായിരുന്നു, അത് കണ്ടവർ. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അങ്ങനെ ഇവിടുത്തെ ആൾക്കാരങ്ങനെ ഓടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലായി. എന്നിട്ട് അവർ അവിടെ പുറത്ത് നിന്നൊരു ഓട്ടോക്കാരനും പോകരുത്, അകത്ത് കയറ്റൂല അത് പുറത്ത് നിന്നൊരു ഓട്ടോക്കാരനും ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കിനും പിന്നെ അവർ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്ന ഗസ്റ്റ് ആണല്ലോ, പിന്നെ ഡസൻറ്റ് മാറ്റർ വാട്ട് ഈസ് ദ വെഹിക്കിൾ അല്ലേ. പിന്നെ വന്നിട്ട് അവർ നമ്മളെ ഓട്ടോയിൽ നിന്ന് ബാഗ് എടുക്കുന്നു. പിന്നെ ഭയങ്കര നല്ല ഡീലിങ്സ്. ഞാൻ ആക്ച്വലി എല്ലാ കാര്യത്തിനും അടിപൊളിയായിരുന്നു. ഓട്ടോ ബാഗ് എടുക്കുന്നു. പിന്നെ എന്താ പറയാ, താങ്ക് യു.
ബാഗ് എടുക്കുന്നു. പിന്നെ അവർ ഇതുണ്ട് ഇപ്പോൾ ബാഗ് പെട്ടി നമുക്ക് റൂമിൽ കൊണ്ട് തരികയും ചെയ്ത്. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അവർ അത് രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതിനോട് ചോദിച്ചു, ഞാൻ നിൻ്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണോ? ഞാൻ പറഞ്ഞു അയ്യോ സന്തോഷം, ഇനി ഞാനത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനായി, ഇവിടെ വരെ ഓടിച്ചിട്ട് വന്നത് തന്നെ മതിയായി, നിങ്ങളോട് പാർക്ക് ചെയ്തോ ഒരു പ്രശ്നമില്ല. സോ അങ്ങനെ അതുകൊണ്ട് പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊളംബോയിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഞാൻ ഇവിടെ അടുത്ത ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പോൾ ജസ്റ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമുക്ക് ഈവനിങ് വാക്കും ആവും, നമുക്ക് നടക്കുകയും ചെയ്യാം അല്ലേ? സൈർബായ് ക്ഷീണം, ടേക്കിംഗ് റെസ്റ്റ് അറ്റ് ഹോം അല്ല റൂം. ഞാൻ ഇവിടുത്തെ ഈ വൺഗാൽ ഫേസ് എന്ന് പറഞ്ഞത് വൺഗാൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളിലെത്തി. വലിയ മോളെ ഇവിടുത്തെ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതിനു വേണ്ടിയാണ് വന്നത്. ഇവിടെ എന്താ പരിപാടിയുണ്ട്, ടിക്ടോക്ക് കോർണർന്ന്. ഞാൻ വന്നിട്ട് 2-3 ടീഷർട്ട് വാങ്ങിച്ചു. എനിക്ക് കൈയുള്ള ടീഷർട്ടൊന്നും എനിക്കില്ലായിരുന്നു, ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ടാങ്ക് ടോപ്പ് മാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ചില സമയത്ത് ടാങ്ക് ടോപ്പ് ഇടാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് 2-3 ടീഷർട്ട് വാങ്ങിച്ച് ഞാൻ ഇപ്പോഴത്തെ മസാല ദോശ കഴിക്കുകയാണ് ഷോപ്പിംഗ് മോളിൽ തന്നെ. ഈ വിശക്കുന്നു. സോ ഐ തോട്ട് ഓഫ് ഹാവിങ് മസാല ദോശ. ഇതിങ്ങനെ ഓടി നടന്ന് കണ്ടപ്പോഴത്തേക്കിനും ദോശ കണ്ടപ്പോൾ കയറിയതാണ്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോട്ട് ബാഡ്. നല്ല ഇൻ്റർനെറ്റിന് സ്പീഡ് ഉണ്ടാവുമെന്നൊക്കെ കരുതി വന്ന് ഹിൽട്ടണിൽ റൂം എടുത്തതാണ്. എനിക്ക് ഇതാണ് അവസ്ഥ. ഈ 9 Mbps ഡൗൺലോഡും 10 Mbps അപ്ലോഡ് സ്പീഡും വെച്ചിട്ട് ഞാൻ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ്? എനിക്കെൻ്റെ 5G കണക്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഇതിലും കൂടുതൽ സ്പീഡ് കിട്ടും. ഇവിടുത്തെ ഡയലോഗ് സിം വെച്ചിട്ട് എന്തൊരവസ്ഥയെന്ന് നോക്കി. Yeah, I just called you. Do you have an option for high-speed internet? But your internet speed is very, very slow. It's not even 10 Mbps. And do you think it's that's the speed which you're offering for a 5-star hotel like this? Okay, you can send a person okay. എന്തുകൊണ്ടാണ് ഇത് റൂമിലേക്ക് അയക്കാവുന്ന? സാധാരണ ഹോട്ടലിൽ പൈസ കൊടുത്ത് എക്സ്ട്രാ ഹൈ-സ്പീഡ് ഇൻ്റർനെറ്റ് വാങ്ങാനുള്ള ഓപ്ഷനുകളുണ്ട്, ഇവിടെ അതുമില്ല. റൂമിൽ അയച്ചിട്ട് എന്ത് ചെയ്യാൻ? അതിനിടയ്ക്കാണ് വേറൊരു വള്ളി വന്നേക്കുന്നത്. ഇത് നോക്കി, അതായത് ഇവർ ടിക്ടോക്ക് റെൻ്റൽ എനിക്കൊരു മെയിൽ അയച്ചിരിക്കുകയാണ്. അതായത് ശ്രീലങ്കയിൽ ഇന്ധനക്ഷാമം കാര്യമായിട്ടുണ്ട്, അതുകൊണ്ട് QR കോഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. QR കോഡ് ഉണ്ടെങ്കിൽ ഇനി മുതൽ ഫ്യൂല് കിട്ടുകയുള്ളൂ എന്നൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചേക്കുന്നു. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ഇൻ്റർനെറ്റിലൊന്ന് പരിചയപ്പോഴാണ് മനസ്സിലാക്കിയത്. ശ്രീലങ്ക QR കോഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഇല്ലീഗൽ റാക്കറ്റ്സ്, പിന്നെ നാഷണൽ ഫ്യൂൽ റിസർവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ, ഫ്യൂൽ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വാഹനത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ വെഹിക്കിൾ ഓണർ വെഹിക്കിളിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരു QR കോഡ് വരും. ആ QR കോഡ് ഉണ്ടെങ്കിൽ നമുക്കിനി മുതൽ ഫ്യൂല് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനൊരു കോട്ടയുണ്ട്. അതായത് കോട്ടയെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 3 വീലറിൻ്റെ ഒരാഴ്ചയിൽ 15 ലിറ്റർ കിട്ടുകയുള്ളൂ. നമുക്കിവിടെ ഒരു ദിവസം 10 ലിറ്റർ ഫ്യൂല് വേണ്ടി വരും. അപ്പോൾ പിന്നെ എനിക്കറിയത്തില്ല ഇനി അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പണിപാളുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രിപ്പ് കട്ട് ഷോട്ട് ചെയ്യേണ്ടി വരും. വല്ലാത്തൊരു പിന്നെ പറയിപ്പിക്കരുത്. ഒരു ഇറാനും ഈ പറഞ്ഞ പോലെ അമേരിക്കയും ഇസ്രായേലും എല്ലാവരും കൂടെ ചേർന്നുള്ള യുദ്ധം കാരണം സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്.